സ്ത്രീവിരുദ്ധം തന്നെയാണ്. താങ്കൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സ്ത്രീവിരുദ്ധം തന്നെയാണ്. കേരളത്തിലെ പുരുഷന്മാർ ഒരു എല്ലാ സ്ത്രീകളെയും സംശയമോനയിൽ നിർത്തുന്ന എല്ലാ സ്ത്രീകൾക്കും എതിരെ ഈ അലിഗേഷൻ പറയുന്നത് അബ്സല്യൂട്ട്ലി സ്ത്രീവിരുദ്ധമാണ്. ശരിക്കും വിമൻസ് കമ്മീഷൻ ഇതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. മാഡം നട്ടലിനുറപ്പുണ്ടെങ്കിൽ കേസെടുക്കട്ടെ. രാഹുൽ ഈശ്വർ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. നട്ടലിനുറപ്പുണ്ടെങ്കിൽ കേസെടുക്കട്ടെ. രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ ഞാൻ ഒന്നുകൂടെ പറയാം. കുറച്ചു മുമ്പേ പറഞ്ഞ ഈ അവന്തികയുടെ റെസ്പോൺസ് നിങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവന്തികയുടെ റെസ്പോൺസ് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി വളരെ ക്ലിയർ ആയിട്ട് അവന്തിക, ഞാൻ തിരിച്ചു പറഞ്ഞോട്ടെ, എന്നോട് തന്നെയാണല്ലോ ചോദിച്ചത്. അവന്തിക വളരെ ക്ലിയർ ആയിട്ട്, അവന്തികയ്ക്ക് പേടിയുണ്ടായിരുന്ന ഒരു സമയത്താണെന്നും അവന്തിക ഈ ഒരു റെവലേഷൻ മേക്ക് ചെയ്യാൻ, ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്ത് വിടാൻ റെഡി ആയിട്ടില്ലാതിരുന്നൊരു സമയത്താണ് ആ കോൺവെർസേഷൻ നടന്നതെന്ന് അവന്തിക വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം ഒരു പവർ പൊസിഷനിൽ, ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ മേക്ക് ചെയ്യാൻ വളരെ വളരെ ഡിഫിക്കൾട്ടാണ്. അവരത് കൃത്യമായിട്ട് അതിനെ ആൻസർ ചെയ്ത് കഴിഞ്ഞു, റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ആ റെസ്പോൺസ് കേൾക്കാതെ നമ്മുടെ സുഹൃത്തായ ഒരാൾ, ഒരു നിമിഷം രാഹുൽ, നമ്മുടെ സുഹൃത്തായ ഒരാൾ ഒരു ക്രൈം ചെയ്യുന്നു. ആ ക്രൈം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒഫൻസ് നടത്തുമ്പോൾ, ഒരു നിമിഷം രാഹുൽ, ഒരാൾ ഒരു കുറ്റം ചെയ്യുന്നു, അയാൾക്കെതിരെ നമുക്ക് പരാതിപ്പെടാനുള്ള മാനസികമായ ശക്തിയില്ല. അതേസമയം മറ്റ് പലരും പരാതിപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യത്തിൽ ഒരു കാര്യം വിളിച്ചു പറയണം. അതിന് മുമ്പ് അയാളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു, അയാൾ സംസാരിച്ചിരുന്നു എന്നുള്ളത് ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ അതിന്റെ ഓതന്റിസിറ്റി ചോദ്യം ചെയ്യാനുള്ള ഉദാഹരണമാവുന്നത് എങ്ങനെയാണ് രാഹുൽ? ശ്രീ അജിംസ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ചതല്ല. ഓഗസ്റ്റ് 1, 8:24 അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് അവന്തിക സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് ചേട്ടാ നിങ്ങളെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് പിന്നെ എന്തിന്റെ തെളിവാണ്? ഇനി രണ്ട്, മാളവിക മാഡത്തോട് ബഹുമാനത്തോട് പറയാം, മാഡം എനിക്കെതിരെ പരാതി കൊടുക്കണം. ആരാണെങ്കിൽ എനിക്കെതിരെ പരാതി കൊടുക്കുന്ന അറിയട്ടെ. ആണുങ്ങളെ മുഴുവൻ അങ്ങനെ പരാതി കൊടുത്ത് പേടിപ്പിക്കാമെന്നൊന്നും കരുതണ്ട. രണ്ട്, എല്ലാ സ്ത്രീകൾക്കെതിരെ ആരും പറഞ്ഞില്ല. വ്യാജ പരാതി കൊടുക്കുന്നവരെ വ്യാജ പരാതിക്കാരെന്ന് തന്നെ വിളിക്കും. ഞങ്ങൾ ആണുങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. നിരന്തരമായിട്ട് പീഡകന്മാരായിട്ടുള്ള ആണുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരെയും മടങ്ങി വരാം.